ഹലോ, നമ്മളിപ്പം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പാർക്ക് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിലൂടെ ഈ പാർക്കിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. എന്താ പറയേണ്ടതെന്നറിയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം, കുട്ടികളെയും കൊണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കിഡ്സ് പാർക്കാണിത്. കുറ്റ്യാടിയിലാണ് ഇതുള്ളത്, ആക്റ്റീവ് പ്ലാനറ്റ്. മലഞ്ചെരുവിൽ പ്രകൃതിയുടെ മുഴുവൻ ഭംഗിയും ഉൾക്കൊള്ളിച്ചാണ് പാർക്കിൻ്റെ രൂപകൽപ്പന. 10 ഏക്കർ വിസ്തൃതിയിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ വിനോദ പരിപാടികളും ആംഫി തിയേറ്ററും ഫ്രീ സ്റ്റൈൽ സ്ലൈഡും ഫുഡ് ട്രക്കും ഫുഡ് കോർട്ടും ഇങ്ങനെ ഒരുപാട് വിനോദങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുക്കിയിരിക്കുകയാണ് ഇവർ. 1000-ലധികം മരങ്ങളും വൈവിധ്യങ്ങളാർന്ന ചെടികളും പൂക്കളും എല്ലാം കൊണ്ടും അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. കണ്ണുകൾക്ക് ആസ്വാദനത്തിൻ്റെ ലഹരി പകർന്നുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ്, കുട്ടികൾക്കാണെങ്കിൽ മതി വരാത്ത അത്രയും ആക്ടിവിറ്റീസ് അവരങ്ങ് ലയിച്ച് കളിക്കുകയായിരുന്നു. അത്ര അടിപൊളി പാർക്ക് നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ഇതുവരെ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോവുക തന്നെ വേണം. പിന്നെ ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൈഡുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു പാർക്കിനും കാണാതെ അത്രയും വ്യത്യസ്തതര റൈഡുകളാണ്. അതിനൊക്കെ തന്നെയും വൈദ്യുതിയുടെ ആവശ്യമോ ജലത്തിൻ്റെ ആവശ്യമില്ലാത്ത റൈഡുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പേടിക്കേണ്ടതില്ല. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റൈഡിൻ്റെ അടുത്തും അവിടുത്തെ 2-3 സ്റ്റാഫുകൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാ കാര്യത്തിലും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും അവിടെ സ്റ്റാഫുകളുണ്ട്. അതാണ് എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത. പിന്നെ അതുമാത്രമല്ല, അവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ തന്നെ കുറച്ച് സ്റ്റാഫ് വന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ടി ഒരുപാട് വിനോദങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കസേരക്കളി, പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ, പിന്നെ പേരറിയാത്ത ഒരുപാട് ഗെയിംസ് അവർ അവിടെ സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 6 മണിക്ക് ശേഷം അവിടെ ഇരുന്ന് മഴയൊന്നും കൊള്ളാതെ തന്നെ ഇരുന്ന് കാണാനും കളിക്കാനൊക്കെ പറ്റിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ടും പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പാട്ട്, കളികൾ, ഡാൻസ് എല്ലാം വരും. എല്ലാം കൊണ്ടും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഈ പാർക്കിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.